അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന വൈജ്ഞാനിക ചർച്ച ലൈവായി ശക്തമായ വിയോജിപ്പുകളുള്ള ഒരു സന്ദർഭമല്ലാഞ്ഞിട്ട് പോലും ഈ വിഷയത്തെ അറിയുവാനും പഠിക്കുവാനുമുള്ള ദാഹമാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മെ എല്ലാവരെയും എത്തിച്ചിട്ടുള്ളത്. വിജ്ഞാനം തേടിയുള്ള യാത്ര സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പുണ്യകർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ നന്മകളുമാണ് ഒരു വിശ്വാസിയുടെയും വിശ്വാസികളുടെ കൂട്ടായ്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ തിന്മകളെയും എതിർക്കുക എന്നതാണ് നമ്മുടെ നിലപാട്. ഏറ്റവും വലിയ നന്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഏറ്റവും വലിയ തിന്മ റബ്ബല്ലാത്തവർക്ക് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക എന്നതാണ്. മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന തിന്മ എന്ന് പറയുന്നത് റബ്ബിലേക്ക് ഉയർത്തേണ്ട കൈകളെ ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ഖബറിലേക്ക് ആ കൈകളെ തിരിച്ചു വെക്കുക എന്ന് പറയുന്ന എല്ലാ അമലുകളും ബാത്തിലായി പോകുന്ന കൊടിയ തിന്മയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരുമൊക്കെ മുസ്ലിം സമൂഹത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൗലിദിൻ്റെ വാചകങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അൻത ഗഫാറുൽ ഖത്തായ വദ്ദുനൂബിൽ മൂബിഖാത്തി, പാപങ്ങൾ പൊറുക്കുന്ന നബിയെ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന, ഹബീബിനെ ആരാധിക്കുന്ന, റസൂലുള്ളയെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം നീങ്ങുമ്പോൾ ഹബീബ് പഠിപ്പിക്കാത്ത ഒരു കാര്യം അവിടുത്തെ ജീവിതത്തിലോ അവിടുത്തെ സഹാബാക്കളുടെ ജീവിതത്തിലോ ഒരിക്കലും അവിടുത്തെ ബർത്ത്ഡേ കഴിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ബലിപെരുന്നാളുടെ സുന്നത്തുകൾ ഏതൊക്കെ എണ്ണി നമുക്ക് പറയാം. ചെറിയ പെരുന്നാളുടെ സുന്നത്തുകൾ ഏതൊക്കെ നമുക്ക് പറയാം. എന്നാൽ നബി ദിനത്തിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെ? അന്ന് കുളിക്കണോ? അന്ന് നമസ്കാരമുണ്ടോ? അന്ന് പുതിയ വസ്ത്രം ധരിക്കണോ? എന്നെന്താണ് ചെയ്യേണ്ടത്? കാണുക സാധ്യമല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ബോധ്യമായിട്ട് പോലും ആ ബിദ്അത്ത്, പുത്തൻ ആചാരം സമൂഹത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യ അജണ്ട സമൂഹത്തെ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. നമ്മുടെ ആദർശ സമ്മേളനം അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 22-ാം തീയതി പയ്യന്നൂരിൽ സമാപിച്ചു. അടുത്ത ആദർശ സമ്മേളനം ഒക്ടോബർ 24-ാം തീയതി കുന്നംകുളത്തിനടുത്ത് തൊഴിയൂരിൽ നമാസ് ഇൻ്റർനാഷണൽ കൺവെൻഷണൽ സെൻറ്ററിൽ അടുത്ത 24-ാം തീയതി ഇൻഷാ അല്ലാഹ് നടക്കാൻ പോവുകയാണ്. അതെ, നമ്മുടെ തൊട്ടടുത്ത താമരശ്ശേരിയിൽ ഡിസംബർ 11-ന് ആദർശ സമ്മേളനം നടക്കുന്നുണ്ട്. അതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ യൂണിറ്റ് ഭാരവാഹികൾ വാങ്ങണമെന്ന് പ്രത്യേകം സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ദൗത്യ നിർവഹണവുമായി നമ്മുടെ ഓരോ പ്രദേശത്തും നമുക്ക് വാശിയില്ല, ദേഷ്യമില്ല, നമുക്കൊരാളെയും തോൽപ്പിക്കാനില്ല, ആരോടും വാദിച്ച് ജയിക്കാനുമില്ല. നമുക്ക് തോൽപ്പിക്കാനുള്ളത് പിശാചിനെയാണ്, അവൻ്റെ കുതന്ത്രങ്ങളെയാണ്. നമുക്ക് വിജയിപ്പിക്കാനുള്ളത് ദീനനുസരിച്ചുള്ളൊരു സമൂഹ സൃഷ്ടി നമ്മുടെ സ്വന്തം വീട്ടിൽ അതുണ്ടാകണം, നമ്മുടെ നാട്ടിൽ അതുണ്ടാകണം. നന്മ എപ്പോഴും ശക്തമായി മുഴച്ചു നിൽക്കുക തന്നെ ചെയ്യും. അടുത്ത തലമുറയെ തന്നെ എല്ലാ തരത്തിലും അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ വീടകങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, PTA മീറ്റിങ്ങിൻ്റെ അജണ്ടയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എത്ര ന്യൂനപക്ഷമാണെങ്കിലും സത്യത്തിന് റബ്ബിൻ്റെ സഹായമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ നാടുകളിൽ ഖുർആൻ, ഹദീസ് ലേണിംഗ് സ്കൂളുകൾ സജീവമാകണം. നമ്മൾ കുടുംബസമേതം അതിലുണ്ടാകണം. നമ്മുടെ സീനിയർ മദ്രസ, CRE കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായി ഉണ്ടാകണം. 24 hours മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാതെ ഒരു റേഡിയോക്ക് വിജയിക്കാൻ കഴിയും എന്ന് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ച പീസ് റേഡിയോ ഇനിയും എത്രയോ ആളുകളിലേക്ക് അടുക്കളയിൽ ഉപ്പേരി മുറിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദീൻ കേൾക്കുന്ന അവസ്ഥ ഇനിയും വ്യാപകമാകേണ്ടതുണ്ട്. നർവഴി എന്ന നമ്മുടെ സംവിധാനം നാം കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം
ഏതൊരു ദൗത്യമാണോ അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തുടർന്നു പോകുന്നത്, അക്കാര്യത്തിൽ ആരും നിരാശപ്പെടേണ്ടതില്ല. റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ ദൗത്യ നിർവഹണവുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷകഘടകങ്ങളും ശക്തമായി മുന്നേറും. നാം പ്രാർത്ഥിക്കുക, നമ്മുടെ ദീനീ ജീവിതം, വൈകുന്നേരത്തെ ദിക്റുകൾ നാം മറന്നു പോകരുത്. ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ അവഗണിക്കരുത്. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് റബ്ബിനോട് കൈനീട്ടാൻ സാധിക്കുന്നവർ അത് ആഗ്രഹിക്കുകയും അത് ചെയ്യുകയും വേണം. കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും മുറിഞ്ഞു പോകരുത്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും നന്മയുടെ എല്ലാ മേഖലകളിലും നമ്മൾ ഉണ്ടാകണം. വമ്പിച്ച സൈന്യ ശക്തിയുള്ള ഇന്ത്യ രാജ്യത്ത് തീവ്രവാദത്തിൻ്റെ നിലപാടുകൾക്ക് ഒരു നിലനിൽപ്പുമില്ല എന്ന് നമ്മുടെ മുമ്പിൽ മനസ്സിലായി. വമ്പിച്ച റൂട്ട് മാർച്ച്, 10,000ങ്ങളുടെ റൂട്ട് മാർച്ച് ഇതാ എന്ന് പറഞ്ഞപ്പം സ്വന്തം നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവരെ ആരെയും നമ്മൾ കണ്ടില്ല. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ഒരു ചെറിയ ഭാഗം വന്നപ്പോൾ എല്ലാവരും മാളങ്ങളിലേക്ക് പോയി. അതാണ് വൈകാരികതയല്ല വേണ്ടത്, റബ്ബിന്റെ സഹായം ലഭിക്കുന്ന നിലപാടാണ് വേണ്ടത് എന്ന അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ഇസ്ലാമിലെ ഉന്നതമായ പ്രഖ്യാപനങ്ങൾ ഒരിക്കലും അസ്ഥാനത്ത് ഉപയോഗിക്കരുത് എന്ന നമ്മുടെ ഉറച്ച നിലപാട് സമൂഹത്തോട് നമുക്ക് പറയേണ്ടതുണ്ട്. തെറ്റിദ്ധരിച്ചു പോയ എല്ലാവരെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം നമുക്കവരോട് പറയാനുള്ളത് ഖുർആനാണ്, ഹദീസാണ്. ആ ഖുർആനും ഹദീസും എങ്ങനെ മനസ്സിലാക്കണമെന്ന ഖുർആനും ഹദീസും തന്നെ പഠിപ്പിച്ച സ്വഹാബാക്കളുടെ മാർഗമാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം പ്രയാസങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത നുസുലം മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായ റബ്ബിന്റെ വിരുന്നാണ്. അത് സത്യമാണ് സഹോദരങ്ങളെ. ആ സത്യമായ സ്വർഗത്തിലേക്ക് നമുക്കെത്താൻ, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എത്ര ആയുസ്സുണ്ട്. കഴിഞ്ഞു പോയ വയസ്സുകളിൽ നിന്ന് ഓരോ വർഷമോ ഒരാഴ്ചയോ ഒരു നിമിഷമോ കഴിഞ്ഞു പോയതിൽ നമുക്ക് കിട്ടുകയില്ല. ഇനി എത്ര എനിക്കും നിങ്ങൾക്കുമുണ്ട് നമുക്ക് പറയാനും സാധ്യമല്ല. എങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓരോ നിമിഷങ്ങൾക്കും എത്ര വിലയുണ്ട്. ആ നിമിഷങ്ങളെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടേതാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.